മോർണിംഗ് ഡിയർ ഗേൾസ്. ഇന്ന് നമ്മൾ ബയോകെമിസ്ട്രി അതിലെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസമാണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് നമ്മൾ 2 പാത്വേ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത്രയും സ്ലോ ആയിട്ട് ഞാൻ നീങ്ങുന്നത് കൂടുതൽ പാത്വേസ് ഒരു ദിവസം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതൽ പാത്വേസ് ഒരു ദിവസം എക്സ്പ്ലെയിൻ ചെയ്ത് വിടാത്തത്. എനിക്ക് ഈസിയറായിട്ട് വരുന്നത് പെട്ടെന്ന് ആ പാത്വേസ് ഒരുമിച്ച് അങ്ങ് എടുക്കുകയാണെങ്കിൽ എനിക്കതായിരുന്നു എളുപ്പം. പക്ഷേ കൂടുതൽ നിങ്ങളെ ഒരു ദിവസം പഠിപ്പിച്ചാൽ നിങ്ങളത് നോക്കലുണ്ടാവില്ല. നോക്കിയില്ലെങ്കിൽ ഈ സൈക്കിൾസ് എല്ലാം മോറോലെസ് സിമിലറാണ്. ആദ്യത്തെ 2 പാത്വേസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു? ഗ്ലൈക്കോജനുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അല്ലേ? ഒരെണ്ണം ഗ്ലൈക്കോജൻ ഉണ്ടാക്കിയെടുക്കുന്ന പാത്വേ ആയിരുന്നു, ഒരെണ്ണം ഗ്ലൈക്കോജനെ സ്പ്ലിറ്റ് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കുന്ന പാത്വേ ആയിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് വായിച്ചിട്ടുണ്ട്, അത് കേട്ടിട്ടുണ്ട്, അത് മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ചില എൻസൈംസൊക്കെ സിമിലറാണ്, സബ്സ്ട്രേറ്റ്സ് സിമിലറാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് മിസ് ആവർത്തിച്ച് 2 സെഷനിലും പറഞ്ഞത്, നിങ്ങൾ ഇത് കണ്ടുവിട്ടാൽ പോരാ, നിങ്ങൾ സ്വന്തമായിട്ട് ഈ പാത്വേസ് എഴുതണം. അതും ഒരു കളർ കീ ഉപയോഗിച്ച് വേണം അത് എല്ലാ പാത്വേസും എഴുതാൻ. സബ്സ്ട്രേറ്റ്സിനൊക്കെ ഒരു കളർ കൊടുക്കുക, എൻസൈംസിന് എല്ലാത്തിനും ഒരു കളർ കൊടുക്കുക. പിന്നെ ATP ADP ആയി മാറുന്ന അതൊക്കെ ഒരു പർട്ടിക്കുലർ കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്യുക. മിസ് കൊടുത്തേക്കുന്ന പോലെ, മിസ് അത് ഭംഗിയായിട്ടൊന്നുമല്ല കൊടുത്തേക്കുന്നത്. ബട്ട് സ്റ്റിൽ യു ക്യാൻ മേക്ക് ഇറ്റ് ആസ് ബ്യൂട്ടിഫുൾ ആസ് പോസിബിൾ ആൻഡ് ആസ് ലെജിബിൾ ആസ് പോസിബിൾ. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കത് കൂടുതൽ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയാണ്. കളേഴ്സ് വിൽ റിമെയിൻ ഇൻ യുവർ മെമ്മറി ഫോർ ലോങ്ങർ പീരിയഡ്സ്. ഓക്കെ, ഹോപ്പ് ദാറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ടു യു. ഇപ്പം നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് ഞാൻ തരുന്നുണ്ട്. വേറൊന്നുമല്ല, ഈ പറഞ്ഞില്ലേ കളർ കീ ഉപയോഗിച്ച് ഈ 2 പാത്വേ നിങ്ങളോട് നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് പകർത്താൻ പറഞ്ഞിരുന്നു. അത് നിങ്ങൾ ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കെന്തോ ഒരു ഉറപ്പ്. അപ്പോൾ ആ 2 പാത്വേയും കളേഴ്സ് ഉപയോഗിച്ച് അടയാളപ്പെടുത്തിയേക്കുന്ന വിധത്തിലുള്ള 2 പാത്വേയും, ഗ്ലൈക്കോജനുമായിട്ട് ബന്ധപ്പെട്ട 2 പാത്വേയും നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഓരോരുത്തരായിട്ട് ഇടുക. ഗ്രൂപ്പിലിട്ടാൽ മതി, പേഴ്സണൽ മെസ്സേജ് വേണ്ട. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, ജസ്റ്റ് ടു എൻഷുർ ദാറ്റ് യു ഹാവ് ലേൺഡ് അല്ലെങ്കിൽ യു ഹാവ് ഡൺ വാട്ട് ഇസ് ആസ്ക്ഡ് യു ടു ബി ഡൺ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്ലൈക്കോളിസിസ് ആണ്. ഗ്ലൈക്കോളിസിസ്, 3rd പാത്വേ ഇൻ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. ഞാനിങ്ങനെ ഫേസ് കാണിക്കാണ്ട് ഇത് ചെയ്യുന്നത് കാരണം പാത്വേ കൂടി നിങ്ങളെ കാണിച്ച് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഫേസ് അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് കാണേണ്ടത് ഇവിടെ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. അതുകൊണ്ടാണ് എൻ്റെ ഫേസ് കാണിക്കാണ്ട് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ബയോകെമിസ്ട്രിയിലെ മിക്ക ക്ലാസ്സും അങ്ങനെ തന്നെ ആയിരിക്കും. ബാക്കിയുള്ള ക്ലാസ്സസ് ഡെഫിനറ്റ്ലി യു ക്യാൻ സീ മീ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്ലൈക്കോളിസിസ് പറഞ്ഞു വന്നേ. ഗ്ലൈക്കോളിസിസ് അല്ലേ, ആ വാക്കിനൊരു അർത്ഥമുണ്ട്. 2 ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഈ പറഞ്ഞ ഗ്ലൈക്കോളിസിസ് എന്ന വാക്കുണ്ടായേക്കുന്നത്. ഗ്ലൈക്കിസ് ആൻഡ് ലൈസിസ്. ലൈസിസ് നമുക്കറിയാം, സ്പ്ലിറ്റ് ചെയ്യുക, പൊട്ടിക്കുക എന്ന അർത്ഥമാണ്. മറ്റേ വാക്ക് ഗ്ലൈക്കിസ്. ഗ്ലൈക്കിസ് അഥവാ മധുരം, സ്വീറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സ്വീറ്റായിട്ടുള്ള സാധനത്തിനെ പൊട്ടിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെയും ടെക്നിക്കലി അതാണ് സംഭവിക്കുന്നത്. ഗ്ലൂക്കോസിനെ പൊട്ടിക്കുന്ന ഒരു പാത്വേ ആണിത്. ഓക്കെ, ഗ്ലൂക്കോസിനെ പൊട്ടിക്കുന്ന, ഗ്ലൈക്കോജനെ പൊട്ടിക്കുന്ന സ്റ്റെപ്പല്ല, പാത്വേ അല്ല, ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു പാത്വേ ആണ് ഗ്ലൈക്കോളിസിസ്. സ്വീറ്റായിട്ടുള്ള ഗ്ലൂക്കോസിനെ സ്പ്ലിറ്റപ്പ് ചെയ്യുന്ന ഒരു പാത്വേ. ഗ്ലൂക്കോസ് എന്ന് പറയുന്ന എത്ര കാർബണുള്ള ഒരു ഷുഗറാണ്? 6 കാർബൺ കോമ്പൗണ്ട് ആണല്ലേ. ഗ്ലൂക്കോസ് എന്ന 6 കാർബൺ കോമ്പൗണ്ടിനെ നമ്മൾ 3 കാർബണുള്ള 2 കോമ്പൗണ്ട് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 6 ആയില്ലേ. 6 കാർബണുള്ള ഗ്ലൂക്കോസിനെ നമ്മൾ 3 കാർബണുള്ള 2 കോമ്പൗണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ആ 3 കാർബണുള്ള കോമ്പൗണ്ടിൻ്റെ പേരാണ് പൈറുവേറ്റ്.
ചുരുക്കി പറഞ്ഞാൽ ഗ്ലൈക്കോളിസിസിൻ്റെ ഏറ്റവും അവസാനം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താ? ബൈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? പൈറുവേറ്റ്. ആ പൈറുവേറ്റ് എന്നും പറയും, പൈറുവിക് ആസിഡ് എന്നും പറയും. രണ്ടും ഏതാണെങ്കിലും ഈ 3 കാർബണേ ഉള്ളൂ. അപ്പം ഈ 2 പൈറുവേറ്റ് അല്ലെങ്കിൽ ഈ 2 പൈറുവിക് ആസിഡ് ആയിരിക്കും ഗ്ലൂക്കോസിൻ്റെ ഫൈനൽ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നു. എക്സാക്ട്ലി. അപ്പോൾ ഗ്ലൈക്കോളിസിസിൽ എന്താ ഇൻ ഷോർട്ട് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഗ്ലൈക്കോളിസിസ് 2 തരമുണ്ട്. 2 തരം ഗ്ലൈക്കോളിസിസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ തരം? ഇറ്റ്സ് മെൻഷൻഡ് ഓവർ ഹിയർ. എയറോബിക്കലി, ഇറ്റ് ഒക്കേഴ്സ് എയറോബിക്കലി ആൻഡ് അനേറോബിക്കലി. എയറോബിക്കലി എന്താ? ഓക്സിജൻ ഉപയോഗിച്ച് നടക്കുന്ന പ്രോസസ്സാണ് എയറോബിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിജൻ ഉപയോഗിച്ചാണ് ഗ്ലൈക്കോളിസിസ് നടക്കുന്നതെങ്കിൽ എയറോബിക് ഗ്ലൈക്കോളിസിസ് എന്ന് പറയും. ഓക്സിജൻ്റെ ആബ്സൻസിലാണ് നടക്കുന്നതെങ്കിൽ അനേറോബിക് ഗ്ലൈക്കോളിസിസ് എന്ന് പറയും. അപ്പോൾ യൂഷ്വലി എയറോബിക് ഗ്ലൈക്കോളിസിസ് ആണ് നടക്കുന്നത്. ഓക്സിജൻ ഉപയോഗിച്ചാണ് ഗ്ലൂക്കോസിനെ സ്പ്ലിറ്റ് ചെയ്ത് പൈറുവേറ്റ് ആക്കി മാറ്റുന്നത്. ഇനി ചില സെല്ലുകളിലൊക്കെ അല്ലെങ്കിൽ ഓക്സിജൻ്റെ അഭാവം ഉള്ള സിറ്റുവേഷനിൽ ഓക്സിജൻ ഇല്ലാണ്ടും അനേറോബിക്കലിയും ഈ പറഞ്ഞ പ്രോസസ്സിൽ നടക്കാം. സ്ഥിരമായിട്ട് അനേറോബിക് ഗ്ലൈക്കോളിസിസ് നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ എറിത്രോസൈറ്റ് അഥവാ RBC. കാരണം എന്താണ്? അവിടെ മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞ ഓർഗനൽ ഇല്ല. ഓക്കെ, മൈറ്റോകോൺട്രിയൻ്റെ ഫങ്ഷൻ എന്താ? പവർ ഹൗസ് ആണല്ലേ. പവർ ഹൗസ് അഥവാ ATP ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ. RBCയിൽ മൈറ്റോകോൺട്രിയ ഇല്ല എന്ന് വെച്ചാൽ ATP ജനറേഷൻ നടക്കുന്നില്ല എന്ന് സാരം. പക്ഷെ RBCക്കും ആവശ്യമില്ലേ? എനർജി ആവശ്യമില്ലേ? അപ്പോൾ അതിനുള്ള എനർജി എവിടെ നിന്നാണ് കിട്ടുക? ഈ പറഞ്ഞ ഗ്ലൂക്കോസിനെ അനേറോബിക്കലി അതിനെ ഗ്ലൈക്കോളിസിസ് നടത്തി പൈറുവേറ്റ് ആക്കി മാറ്റിയാണ് ഈ പറഞ്ഞ RBCയിൽ എനർജി ഡിറൈവ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, എയറോബിക്കും അനേറോബിക് ഫോം ഓഫ് ഗ്ലൈക്കോളിസിസ് ഉണ്ട്. സ്ഥിരമായിട്ട് അനേറോബിക് കണ്ടീഷനിൽ ഗ്ലൈക്കോളിസിസ് നടക്കുന്ന ഒരു സ്ഥലമാണ് RBC. ഓക്കെ, ഫൈൻ. അപ്പോൾ ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് ആക്കി മാറ്റുന്ന ഒരു ഗ്ലൂക്കോസിനെ 2 പൈറുവേറ്റ് ആക്കി മാറ്റുന്ന പാത്വേ ആണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഈ ഇത്രയും ഇതിന് മുന്നേ പഠിച്ച 2 പാത്വേനേക്കാളും ഇച്ചിരി ഇങ്ങോട്ട് ലെങ്തിയർ ആണ് ഈ പാത്വേ. അപ്പോൾ നമ്മൾ ഹാഫ് വേ ത്രൂ വെച്ച് നമ്മളതങ്ങ് നിർത്തുവാണ്. ഈ പാത്വേനെ 2 ഫേസ് ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഫേസ് വെച്ച് നമ്മൾ ഇന്ന് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫേസിൻ്റെ പേരൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഫേസ് 1 ആണ് ഇന്ന് ഡീൽ ചെയ്യുന്നത്. ഫേസ് 1ൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ആദ്യത്തെ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് കോമ്പൗണ്ട് ഗ്ലൂക്കോസാണ്. ഗ്ലൂക്കോസിലാണ് മാറ്റങ്ങൾ വരുന്നത്. ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നു. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് വി നോ ഇറ്റ് ഇസ് എൻ ആൽഡോസ് ഷുഗർ. ആൽഡിഹൈഡ് ഗ്രൂപ്പ് അതിൽ വന്നത് ആൽഡോസ് ഷുഗറാണ്. ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നു. അത് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? ഗ്ലൂക്കോസിൻ്റെ 6th കാർബൺ പൊസിഷനിലേക്ക് ഒരു ഫോസ്ഫേറ്റിനെ കയറ്റിവിടുക. അപ്പോൾ ഈ ഫോസ്ഫേറ്റ് അഡീഷണലായിട്ട് വന്നേക്കുന്ന 6ാമത്തെ പൊസിഷനിൽ കയറി ഒട്ടിയിരിക്കുന്ന ഫോസ്ഫേറ്റ് എവിടെ നിന്നാണ് അതിനെ കിട്ടുന്നത്? ഇവിടെ നോക്കിക്കേ, ATP ADP ആരോ എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്? ADPയുടെ അങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കണേ. ഓക്കെ, ഒരു ATP ഈ റിയാക്ഷനിലേക്ക് കയറുന്നു. പുറത്ത് പോകുന്ന ഏത് കണ്ടീഷനിലാണ്? ADP ആയിട്ടാണ്. ആരോ എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ പുറത്തേക്ക് പോകുന്ന കണ്ടീഷനാണ് ഡിനോട്ട് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ATPയുടെ ഒരു ഫോസ്ഫേറ്റിനാണ് ഗ്ലൂക്കോസ് എടുത്ത് 6ാമത്തെ പൊസിഷനിൽ കയറ്റി വെച്ചേക്കുന്നത്. ഇതിനെ സഹായിക്കുന്ന എൻസൈമാണ് ഹെക്സോകൈനേസ്. ഇവിടെയും ഫോസ്ഫേറ്റിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്, ഫോസ്ഫോറിലേഷൻ. ഓക്കെ, ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞ റിയാക്ഷനാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് എൻസൈമിൻ്റെ പേര് നോക്കിയേ, കൈനേസ്. ഹെക്സോ എന്ന് പേര് വന്നത് എന്തുകൊണ്ടാണ്? ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരു ഹെക്സോസ് ഷുഗറാണ് അല്ലേ, 6 കാർബൺ ഷുഗറാണ്. ഹെക്സോസ് ഷുഗർ ആയതുകൊണ്ടാണ് ഹെക്സോ
കൈനേസ്. ഫോസ്ഫോറിലേഷൻ റിയാക്ഷൻ ആണെങ്കിൽ ഫോസ്ഫോറിലേസ് അല്ലെങ്കിൽ കൈനേസ് എന്നൊക്കെ ആണ് അതിൻ്റെ സഫിക്സ് നെയിം വരുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻ നമ്മളൊരു ആക്ച്വൽ റിയാക്റ്റൻറ്റ് പ്രോഡക്റ്റ് ഫോമിൽ എഴുതുവാണെങ്കിൽ, ഒരു ഇക്വേഷൻ ഫോമിൽ എഴുതുവാണെങ്കിൽ എങ്ങനെ വരും? ഗ്ലൂക്കോസ് പ്ലസ് ATP giving glucose 6-phosphate plus ADP in the presence of hexokinase and Mg2+. മനസ്സിലായോ? ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഫേസ് 1. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താ സംഭവിക്കുന്നത്? ഈ കിട്ടിയേക്കുന്ന ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റിനെ നമ്മൾ ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആക്കി മാറ്റുകയാണ്. ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ്. രണ്ടും ഐസോമേഴ്സ് ആണല്ലേ. ഗ്ലൂക്കോസ് ഒരു ആൽഡോസ് ആണെങ്കിൽ ഇതൊരു കീറ്റോ ഷുഗറാണ്. അഥവാ ഗ്ലൂക്കോസിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പാണ് ഉള്ളതെങ്കിൽ ഫ്രക്ടോസിൽ കീറ്റോ ഗ്രൂപ്പാണ് ഉള്ളത്. ഗ്ലൂക്കോസിൽ CHO ഗ്രൂപ്പാണ് ഉള്ളതെങ്കിൽ ഫ്രക്ടോസിൽ C+O ഗ്രൂപ്പാണ് ഉള്ളത്. അപ്പോൾ ഐസോമറൈസേഷൻ റിയാക്ഷനാണ് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നടക്കുന്നത്. ഐസോമറൈസേഷൻ റിയാക്ഷൻ ആയതുകൊണ്ട് റിവേഴ്സിബിൾ റിയാക്ഷനാണെന്ന് നമുക്കറിയാം. ഇതിനെ ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. അതിന് സഹായിക്കുന്ന എൻസൈമാണ് ഫോസ്ഫോ ഗ്ലൂക്കോ ഐസോമറൈസ്. പേരെങ്ങനെ വന്നു? റിയാക്ഷൻ എന്ത് ടൈപ്പ് റിയാക്ഷനാണോ അതുമായിട്ട് ബന്ധപ്പെട്ട സഫിക്സ് ആണ് വന്നേക്കണം, ഐസോമറൈസ്. പിന്നെ ഫോസ്ഫോ ഗ്ലൂക്കോ എന്താ സംഭവം? ഫോസ്ഫോ ഗ്ലൂക്കോ. ഓക്കെ, ഫോസ്ഫോ ഗ്ലൂക്കോ റിയാക്ഷൻ്റെ പേര് ഐസോമറൈസ്. അണ്ടർസ്റ്റുഡ്? ഐസോമറൈസേഷൻ റിയാക്ഷനാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി തേർഡ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത്? ഈ കിട്ടിയേക്കുന്ന ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഫ്രക്ടോസ് 1,6-ബൈഫോസ്ഫേറ്റ് എന്നും ചില ബുക്കുകളിലൊക്കെ കാണാം. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചേക്കുന്നത്? ഒരു ഫോസ്ഫേറ്റേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ഫ്രക്ടോസിൻ്റെ 6ാമത്തെ പൊസിഷനിൽ ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. തേർഡ് സ്റ്റെപ്പ് ആയപ്പോഴത്തേക്കും 6ാമത്തെ പൊസിഷനിൽ മാത്രമല്ല, ഫസ്റ്റ് കാർബണിലും 6th കാർബണിലും ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്തു. അപ്പോൾ ഒരു അഡീഷണൽ ഫോസ്ഫേറ്റ് കയറി വന്നു എന്ന് സാരം. അഡീഷണൽ ഫോസ്ഫേറ്റ് വരണമെങ്കിൽ അത് എന്ത് റിയാക്ഷൻ ആയിരിക്കും? ഫോസ്ഫോറിലേഷൻ ആണ് റിയാക്ഷൻ്റെ പേര്. ഫോസ്ഫോറിലേഷൻ നടക്കുന്നു. ദാറ്റ് മീൻസ് ഫോസ്ഫേറ്റ് ഒരെണ്ണം കയറി വരണ്ടേ? അതിനുള്ള സോഴ്സ് എവിടെ നിന്നാണ്? ഫോസ്ഫേറ്റ് എവിടെ നിന്നാണ് കിട്ടിയത്? ഇതേ കണ്ടോ, ATPയിൽ നിന്നാണ് ഇതിനുള്ള ഫോസ്ഫേറ്റ് വന്നേക്കണേ. ATP കയറി വരുന്നു, പുറത്തേക്ക് പോകുന്ന ആരാ? ADP. ആരോ കാണിച്ചേക്കണേ ADPയിലേക്കാണ് പുറത്തേക്ക് പോകുന്നത്. ADP ആണ്. നമ്മൾ ഇക്വേഷൻ ഫോമിൽ എഴുതുവാണെങ്കിൽ ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് പ്ലസ് ATP ഗിവിങ് ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ് പ്ലസ് ADP. Okay, in the presence of the enzyme phosphofructokinase reaction എന്ത് റിയാക്ഷനാണ്? ഫോസ്ഫോറിലേഷൻ. അപ്പോൾ 3 സ്റ്റെപ്സ് കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റെപ്പ് ഫോസ്ഫോറിലേഷൻ ആയിരുന്നു. അവിടെ ATP നമ്മൾ ഉപയോഗിച്ചാണ് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റിനെ ഉണ്ടാക്കിയത്. സെക്കൻഡ് സ്റ്റെപ്പ് ഐസോമറൈസ് ആണ്. അവിടെ പ്രത്യേകിച്ചൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, ഒന്നും പുറത്തേക്ക് കളഞ്ഞിട്ടുമില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീണ്ടും ഫോസ്ഫോറിലേഷനാണ്. വീണ്ടും നമ്മൾ ഒരു ATP ഉപയോഗിച്ചാണ് ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ് ആവുന്നത്. 4ാമത്തെ സ്റ്റെപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് ഫേസ് 1 ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 4ാമത്തെ സ്റ്റെപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ്. അപ്പോൾ ഫ്രക്ടോസ് ആണെങ്കിലും ഗ്ലൂക്കോസ് ആണെങ്കിലും ഇതിൽ എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ ഉണ്ട് അല്ലേ. 6 കാർബണുള്ള ഈ കോമ്പൗണ്ടിനെ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റെപ്പിലാണ്, 4ാമത്തെ സ്റ്റെപ്പിലാണ് അതിനെ പൊട്ടിക്കുകയാണ്. 2 ആയിട്ട് പൊട്ടിക്കുക. 3 കാർബൺ ഷുഗറായിട്ട് അതിനെ പൊട്ടിക്കുക. 3 കാർബൺ കോമ്പൗണ്ടായിട്ട് അതിനെ പൊട്ടിക്കുക. ഏതൊക്കെ കോമ്പൗണ്ടായിട്ടാണ് അതിനെ പൊട്ടിക്കുന്നത്? 6 കാർബണാണ് ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റിലുള്ളത്. ഇനി മുകളിലുള്ള എല്ലാത്തിലും 6 കാർബണാണ് ഉള്ളത്. ഈ സ്റ്റെപ്പിൽ 3 കാർബണുള്ള കോമ്പൗണ്ടിനെ 6 കാർബണുള്ള ഈ കോമ്പൗണ്ടിനെ 3 കാർബണുള്ള 2 കോമ്പൗണ്ടായിട്ട് നമ്മൾ പൊട്ടിക്കുക. എന്തൊക്കെയായിട്ടാണത് സ്പ്ലിറ്റ് ചെയ്യുന്നത്? ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആൻഡ് ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റ്. ഓക്കെ, ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റ്. ഇതിൻ്റെ ഷോർട്ട് ഫോം ആണ് ഈ എഴുതിയേക്കണേ. GLAP ആൻഡ് DHAP. ഈ 2 സാധനങ്ങൾക്കും
3 കാർബൺ വീതമേ ഉള്ളൂ. GLAPയിലും 3 കാർബണേ ഉള്ളൂ, DHAPയിലും 3 കാർബണേ ഉള്ളൂ. ഓക്കെ, ഈ റിയാക്ഷൻ, ഈ സ്പ്ലിറ്റിംഗ് റിയാക്ഷനെ സഹായിക്കുന്ന എൻസൈമിൻ്റെ പേരാണ് ആൽഡോലേസ്. ഈ ക്ലീവേജിനെ സഹായിക്കുന്ന റിയാക്ഷൻ്റെ പേര് ആൽഡോലേസ്. ഇനി ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും. GLAPനെ DHAP ആക്കി മാറ്റാനും DHAPനെ GLAP ആക്കി മാറ്റാനും പറ്റും. അതിന് സഹായിക്കുന്നത് ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമറേസ് എന്ന് പറഞ്ഞ എൻസൈമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് രണ്ടും ഒന്നൊന്നിൻ്റെ ഐസോമർ ആണെന്ന് സാരം. ഓക്കെ, ഒന്നൊന്നിൻ്റെ ഐസോമർ ആണെന്ന് സാരം. അതുകൊണ്ടാണ് ഐസോമറേസ് എന്ന എൻസൈമിൻ്റെ സഹായത്തോടെ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ 4 സ്റ്റെപ്പ് മാത്രമേ ഇന്ന് നമ്മൾ പഠിക്കുന്നുള്ളൂ. ഗ്ലൈക്കോളിസിസിൻ്റെ ഫേസ് 1 ആണത്. ഓക്കെ, എന്തൊക്കെ സംഭവിക്കുന്നു? ഗ്ലൂക്കോസിനെ 6 കാർബണുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നു. അഥവാ അവിടെ ഫോസ്ഫോറിലേഷൻ നടന്ന് ATP യൂസ് ചെയ്ത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നു. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് അതിൻ്റെ ഐസോമർ ആക്കി മാറ്റുന്നു. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിനെ അതിൻ്റെ അകത്ത് വീണ്ടും ഫോസ്ഫോറിലേഷൻ നടന്ന് ഒരു ATP ഉപയോഗിച്ച് ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നു. ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 6 കാർബണുള്ള ഈ ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റിനെ 2 കാർബണുള്ള 2 കോമ്പൗണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്തൊക്കെയായിട്ടാണ്? GLAPയും DHAP ആക്കി മാറ്റുന്നു. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് ദേ ആർ ഐസോമേഴ്സ് ഓഫ് ഈച്ച് അതർ. അതിന് സഹായിക്കുന്ന എൻസൈം ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമറേസ്. ഓക്കെ, ഈ സ്പ്ലിറ്റിങ്ങിന് സഹായിക്കുന്ന എൻസൈം ആൽഡോലേസ്. അപ്പോൾ ഈ ഫസ്റ്റ് ഫേസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഗ്ലൈക്കോളിസിസ് എയറോബിക്കലി ആൻഡ് അനഎയറോബിക്കലി നടക്കുന്നു. സാധാരണ എയറോബിക്കലി ആണ് നടക്കുന്നത്. ഓക്സിജൻ്റെ അഭാവമുള്ള കേസിലാണ് അനഎയറോബിക്കലി നടക്കുന്നത്. RBCയിൽ യൂഷ്വലി അനഎയറോബിക് ഗ്ലൈക്കോളിസിസ് ആണ് RBCയിൽ യൂഷ്വലി നടക്കുന്നത്. കാരണം എന്താണ്? അവർക്ക് മൈറ്റോകോൺട്രിയ ആബ്സെൻ്റ് ആയതുകൊണ്ട് ആണ് അതിൻ്റെ റീസൺ. ഫൈൻ. ഓക്കെ, അപ്പോൾ ഗ്ലൈക്കോളിസിൻ്റെ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് തന്നേക്കുന്ന അസൈൻമെൻറ്റ് മറക്കണ്ട. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എല്ലാവരും നേരത്തെ നമ്മൾ നോക്കിയ 2 പാത്വേയുടെയും ഈ കളർ കോഡ് ഉപയോഗിച്ചുള്ള എന്ന് പറഞ്ഞാൽ ഓരോ സബ്സ്ട്രേറ്റിനും ഈ കളർ തന്നെ ഉപയോഗിക്കണം എന്നൊന്നുമില്ല. എല്ലാ സബ്സ്ട്രേറ്റിനും ഒരു പർട്ടിക്കുലർ കളർ കൊടുക്കാം. ഓക്കെ, എൻസൈംസിനൊക്കെ ഒരു പർട്ടിക്കുലർ കളർ കൊടുക്കുക. പിന്നെ ഈ റിയാക്ഷൻ്റെ ഈ ആരോസിനൊക്കെ ചിലതൊക്കെ റിവേഴ്സിബിൾ ആയിരിക്കും, ചിലതൊക്കെ 1 വേ ഓപ്പറേറ്റ് ചെയ്യണമായിരിക്കും. അതിനൊക്കെ ഒരു പ്രത്യേക കളർ കൊടുക്കാം. ATP ADP ആയി മാറുന്നു. അല്ല തിരിച്ചുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനൊരു പെർട്ടിക്കുലർ കളർ കൊടുക്കാം. ഓക്കെ, പിന്നെ അയേൺസ് ഉണ്ടെങ്കിൽ അയേൺസിനും ആ എൻസൈമിൻ്റെ കളർ തന്നെ കൊടുത്താൽ മതി. ആ ഒരു കളർ കോഡ് ഉപയോഗിച്ച് ആ 2 പാത്വേയും നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും അപ്ലോഡ് ചെയ്യണം. ഓക്കെ, സോ താങ്ക് യു ഫോർ ലിസ്ണിംഗ്.